കുഴിബോംബ് കണ്ടെത്തിയ വയനാട് മക്കിമലയിൽ ATSന്റെ പ്രത്യേക സംഘം നാളെ തെരച്ചിൽ നടത്തും. വനമേഖലയിൽ വിശദമായി പരിശോധന നടത്താനാണ് നീക്കം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നാളെ മക്കിമലയിലെത്തും. വിവരങ്ങളുമായി വയനാട് നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അൻമരിയ, വയനാട്ടിലെ തലപ്പുഴയിലാണ് കുഴിബോംബുകൾ കണ്ടെത്തിയത്. കൊടക്കാടാണ് വീര്യം കൂടിയ സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ജലാറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക ശേഖരത്തിനൊപ്പം കുഴിച്ചിട്ടവയിലുണ്ട്. പ്രദേശത്തെ ഫെൻസിംഗ് പരിശോധിക്കാൻ പോയ വനംവകുപ്പ് വാച്ചർമാരാണ് ദുരൂഹമായ സാഹചര്യത്തിൽ എന്തോ കുഴിച്ചിട്ടത് കണ്ടെത്തിയത്. പരിശോധിച്ചപ്പോൾ വയറുകളും മറ്റും കണ്ടു. പിന്നാലെ പോലീസിൽ വിവരം അറിയിച്ചു. ബോംബ് സ്ക്വാഡ് എത്തിയാണ് ഇത് നിർവീര്യമാക്കിയത്. തണ്ടർബോൾട്ട് പട്രോളിംഗ് നടത്തുന്ന സ്ഥലങ്ങളിലാണ് ഈ കുഴിബോംബുകൾ ഒരുക്കിയിരുന്നത്. ഒരു വർഷത്തിനിടെ തലപ്പുഴ മേഖലയിൽ 3 തവണ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. ചന്ദ്രു, ഉണ്ണിമായ എന്നിവരെ പിടികൂടിയത് ഇത്തരം ഏറ്റുമുട്ടലിനൊടുവിലാണ്. ഈ പ്രദേശത്ത് തണ്ടർബോൾട്ടിന്റെ നിരീക്ഷണം ശക്തമായി തുടരുകയാണ്. രാവിലെ തന്നെ ATSന്റെ പ്രത്യേക സംഘം എത്തുന്നുണ്ട്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ പരിശോധന കൂടി ഈ മേഖലയിലെല്ലാം ഉണ്ടാകും. മാത്രമല്ല, ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ, അതായത് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധന അടക്കം നടത്തും. ഇതിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ആൻമരിയ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട് നിന്നും സുർജിത്ത് അയ്യപ്പത്ത്.